ഞാനിപ്പോഴുള്ളത് മധ്യ ഏഷ്യയിലെ തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത് മുള്ളൂർക്കര എന്ന ഒരു ചെറു പട്ടണത്തിലാണ്. 2024 ജൂൺ മാസം 30-ാം തീയതിയാണ് ഞാനിവിടെ സന്ദർശിക്കുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെയുള്ള കാഴ്ചകൾ. അരുവികളും വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും കൊണ്ട് നിറഞ്ഞ അക്ലോ മെക്സിക്കോയിലെ ഒരു ദ്വീപിനെ പോലെ തോന്നുമെങ്കിലും ഈ വൻകരയുടെ പേരാണ് മുള്ളൂർക്കര. അമ്പരചുംബിയായ ആഡംബരക്കപ്പൽ നങ്കൂരമിട്ടതുപോലെ തോന്നിപ്പിക്കുന്ന ഈ കെട്ടിടം ഈ രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രമാണ്. ഒരേ സമയം അനവധി കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള സൗകര്യവും മനുഷ്യനിർമ്മിതിയാൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ബോട്ട് പോകുന്നതിൻ്റെ പുറകിലെ ദൃശ്യമാണിത്. വരവൂർ എന്ന അയൽരാജ്യത്തേക്ക് പോകുന്നതിനുള്ള കപ്പൽച്ചാലാണ് ഈ കാണുന്നത്. ഡച്ച് മാതൃകയിലുള്ള നിർമ്മിതികളായതിനാൽ സന്ദർശകർ ഇവിടെ ധാരാളമായി എത്തുന്നുണ്ട്. സൂര്യതാപം കൂടിയ ഭാഗത്ത് ജലാശയം തിളച്ചുമറിയുന്നതും മറ്റൊരു കാഴ്ചയാണ്. ഞാൻ അവിടെ നിന്നും നേരെ എത്തിയത് ഈ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തേക്കാണ്. ജലാശയങ്ങളിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. എന്നെപ്പോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബഹിരാകാശ സഞ്ചാരികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളാണ് ഈ നാട്ടുകാർ ധരിക്കുന്നത്. ഇതിനിടയിലൂടെ റോബോട്ടുകളും സഞ്ചരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മാക്സി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ചുവന്ന ഡ്രസ്സ് ധരിച്ചയാൾ ഒരു മാനസിക രോഗിയെപ്പോലെ അവരുടെ ഭാഷയിൽ എന്തെല്ലാമോ പറഞ്ഞ് ആംഗ്യം കാണിക്കുന്നുണ്ട്. എൻ്റെ കൂടെ ടാൻസാനിയയിൽ നിന്നും വന്ന ചെറുപ്പക്കാരാണ് റോഡിൻ്റെ മറുവശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി കാഴ്ചകളാണ് ഈ രാജ്യത്ത് കാണാനുള്ളത്. മൗസ് പോലെ തോന്നിപ്പിക്കുന്ന ഇത്തരം വാഹനങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ റൂട്ടിലെ പ്രധാന കപ്പലാണ് ഈ കടന്നു പോകുന്നത്. ഗോത്രവർഗക്കാർക്കിടയിലുള്ള ഒരു ആചാരമാണ് ഈ കാണുന്നത്. ഒരുപറ്റം ചെറുപ്പക്കാർ അവരുടെ യന്ത്രവൽകൃത ബോട്ടുകളിൽ മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്ന കാഴ്ചയാണ് ഇത്. ഇവരുടെ പല നിറങ്ങളിലുള്ള വസ്ത്രധാരണം തന്നെ നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്. ടൂറിസ്റ്റുകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന കോസ്റ്റ് ഗാർഡാണ് ഈ ട്രാൻസ്പെറന്റ് ഡ്രസ് ധരിച്ച് നിൽക്കുന്നത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ വീടുകളുടെയും നിർമ്മിതി. ജലത്തെ ജലദേവത എന്ന സങ്കല്പത്തിൽ ആരാധിക്കുന്നതിനാൽ ചെരുപ്പുകൾ ചിട്ടയോടെ ഒരു ഭാഗത്ത് വച്ചിട്ടാണ് ഇവിടെയുള്ളവർ ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത്.
രാവിലെ ഉറക്കമുണർന്നാൽ ആദ്യം എണീറ്റയാൾ അയൽവാസിയെ പോയി കണ്ട് ഹസ്തദാനം ചെയ്യുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. ഹസ്തദാനത്തിന് വരെ ഇവിടെ തിരക്കനുഭവപ്പെടാറുണ്ട്. മറുകരയിലേക്ക് പോകാനുള്ളവർ കപ്പൽ വരുന്നതും കാത്തു നിൽക്കുന്ന കാഴ്ചയാണിത്. സ്വിമ്മിംഗ് സൂട്ട് ധരിച്ച ഈ ചെറുപ്പക്കാരൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജലാശയത്തിലേക്ക് ചാടുന്നതാണ്. വീണ്ടും ഞാൻ അക്രോക്കോ മോണോലിസ വിജ്രംഭ സിറ്റിയിലെത്തി. ഇവിടെയുള്ള കാഴ്ചകൾ അതിശയിപ്പിക്കുന്നതാണ്. അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി രാജാക്കന്മാർ പണികഴിച്ച കെട്ടിടമാണിത്. ഹൈവേ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കിലോമീറ്ററുകളോളം പാർക്കിംഗ് ഏരിയ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് ഞാൻ എത്തിയത് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ കണ്ട കാഴ്ച ട്രെയിൻ പുറകിലേക്ക് പോകുന്നതാണ്. ട്രെയിനിൽ നിന്നും ഒരു യുവാവിൻ്റെ അഭ്യാസ പ്രകടനമാണ് ഈ കാണുന്നത്. ഇത്തരം അഭ്യാസങ്ങൾ ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ സഞ്ചാരികളുടെ വീഡിയോ എടുക്കുന്ന പ്രദേശവാസികൾ. എൻ്റെ ഡ്രൈവറും ഗൈഡുമാണ് ഈ നിൽക്കുന്ന 2 പേർ. ഈ കാണുന്നത് വാടവരമ്പ് അണക്കെട്ടാണ്. വീണ്ടും ഈ വഴി വന്നപ്പോഴേക്കും സന്ദർശകരുടെ തിരക്ക് ഏറിയിരിക്കുന്നു. ഇവിടെയും നമുക്ക് റോബോട്ടുകളെ കാണാം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ 2ാമത്തെ അണക്കെട്ടാണിത്. മൊഡപാറ ഡാം എന്നാണ് ഇതിൻ്റെ പേര്. പ്രകൃതി രമണീയമായ ഈ ഡാമിൻ്റെ വാച്ച് ടവറിൽ നിന്നും നോക്കിയാൽ മുള്ളൂർക്കര രാജ്യത്തിൻ്റെ എല്ലാ അതിർത്തികളും കാണാൻ സാധിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. 1836 ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സുള്ള തത്തയാണ് ഈ ടവറിൽ ആദ്യമായി കയറിയത്. ഡാം നിറഞ്ഞ സമയമാണിത്. ഇത് ഉട്ടോപ്യ ടെക്നോളജി ആയതിനാൽ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി നിരവധി വാൾവുകളാണ് ഡാമിൽ നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്താദ്യമായിട്ടാണ് ഇത്തരം ഒരു ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് വെള്ളം തുറന്നുവിടാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണിത്. ഇതാണ് വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം. സഞ്ചാരികൾക്ക് ഇവിടേക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. രാജ്യാതിർത്തികൾ മുഴുവൻ ഈ ടവറിൽ നിന്നും നമുക്ക് വീക്ഷിക്കാൻ കഴിയും. ഈജിപ്തിലെ പിരമിഡുകളെ അനുസ്മരിപ്പിക്കുന്ന വിധം ആ കാണുന്ന പർവ്വതനിരകൾ മറ്റൊരു രാജ്യാതിർത്തി കൂടിയാണ്.
പ്രകൃതി സൗന്ദര്യത്താൽ കുളിർമയേകുന്ന കാഴ്ചകളാണ് ഈ രാജ്യത്തേക്ക് സഞ്ചാരികളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ഒരുക്കിയ ഈ സൗന്ദര്യം കാണാൻ മനസ്സ് കൊതിക്കാത്തവരായി ആരുണ്ട്? എൻ്റെ ഡ്രൈവറും സഹായിയും എൻ്റെ ഈ സംസാരം കേൾക്കാൻ വയ്യാതെ ചെവി പൊത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഈ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്.